കുറെ നേരം കൊണ്ട് മനുഷ്യന് ഇറങ്ങോച്ചേ, ഇറങ്ങ്, വെളിയിലോട്ട് ഇറങ്ങ്. അല്ല പിന്നെ മനുഷ്യനായിട്ട് ചുറ്റിക്കണേലും ഒരു പരിധിയില്ലേ? പ്രവി, എടാ 1 മണിക്കൂറായി ഈ കൊച്ചു ഈ വണ്ടി കയറിയിട്ട്, കൊറേ നേരമായി ചുറ്റുന്നു. അതിന്റെ എത്ര ചോദിച്ചിട്ടൊന്നും പറയണമില്ല. ആകെപ്പാടെ ഉള്ളത് ഈ കൊച്ചിന്റെ ഈ സാധനമാണ്. ഇത് ആരെങ്കിലും കൊടുത്തിട്ട് ആരും ഒന്നും പറയണമില്ല, അവർക്കൊന്നും മനസ്സിലാവണമില്ല. ഇതെന്തോന്ന്? അപ്പൊ നീ എന്നെ പോലെ എന്നടേ, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഓ എങ്കിൽ ചേട്ടാ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചുണ്ടാക്ക്. എടാ ആകെപ്പാടെ ആ കൊച്ചിന്റെ കയ്യിൽ 110 രൂപ ഉള്ളൂ. 107 വരെ ഓട്ടായി. ഇനി തിരിച്ചു കൊണ്ടോ? എനിക്കെന്താ പ്രാന്താ? നീ ഈ അഡ്രസ് ആരെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞാണ്? എനിക്കേ മനസ്സിലായില്ല, പിന്നെയാണ് പിള്ളേർക്ക്. ഇതെന്തോന്ന് എഴുതിയേക്കണേ? പോൾ സി വയലിൽ വീട് കുന്നം തോടിപ്പിയോ. വെൽക്കം. പിന്നെ ആ പോഷൻ ഇത് പോളാറ്റന്റെ അഡ്രസ്സാണ്. അടുത്ത് തന്നെ പോ. അതിന് എവിടെ? നീ എന്നെ അങ്ങ് കൊണ്ടുപോയാ മതി. എനിക്ക് വൈകുന്നേരം സ്കൂൾ ഓട്ടമുള്ള. ഇനി പോളാട്ടൻ അന്വേഷിച്ച് ഞാൻ പോകാൻ പോണു. പിന്നെ ഇതായിരിക്കണം നിന്റെ ബിഷോപ്പർ. പൊന്നു കുഞ്ഞേ, ഇനി എന്റെ ഓട്ട കണ്ടു കഴിഞ്ഞാൽ വിളിക്കരുത് കേട്ടാ? പോട്ടാ. ഇംഗ്ലീഷ് പാക്കാൻ വയ്യാത്തോണ്ടാണ് ഈ പണിക്ക് ഇറങ്ങിയത്. ഇങ്ങനെയും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ നാട് എങ്ങോട്ടടേ പോണത്? പോളാറ്റന്റെ വീട് ഇവിടെ അടുത്താണ്. ഞാൻ കാണിച്ചു തരാം. സമയത്ത് കറണ്ട് ബില്ല് അടയ്ക്കില്ല, ഒടുക്കത്തെ ചൂട്. അമ്മാ കഞ്ഞായ ഇവരെന്ത് ചെയ്യുന്ന സൂക്ഷിച്ചു. പ്രവി, ആരുടെ കൂടെ? നിനക്കും കിട്ടിയാളേ പെണ്ണ്. അപ്പൊ പാട്ടും പാട് നടന്നത് വെറുതെ ആയില്ല, ഒപ്പിച്ച് കളഞ്ഞല്ലേ കള്ളൻ. ഈ കൊച്ചു നിന്റെ അപ്പനെ അന്വേഷിച്ച് വന്നതാ. എന്റെ അപ്പനെ? ഓ, ഈ കൊച്ചാ? എന്റെ അമ്മ അറിഞ്ഞ കൊലപാതകം നടക്കും. വാ. എവിടെ നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഓട്ടക്കാരൻ വഴി തെറ്റിച്ച് കറങ്ങി കറങ്ങി നടപ്പാ. കയ്യിലാണെങ്കിൽ സാധനമുണ്ട്. ഇനി എനിക്ക് പിറക്കാതെ പോയ സഹോദരി വല്ലതും ആയിരിക്കോ? ഇനി ആയിരിക്കോ? കൊളാറ്റല്ലേ? അങ്ങേ രാവിലെ കുറ്റിയും പറിച്ചോട്ട് അങ്ങോട്ട് പോയി. എന്തായാലും ഞാനൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് വരാം. ആ കരിഞ്ഞ കളവന്റെ ഒരു ചായ ഇല്ലല്ലോ പുല്ല്. ഇതൊന്നും അല്ലടേ. പിന്നെ പാവം വെറുതെ പിതാവിനെ സംശയിച്ചു. എന്റെ അപ്പൊ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഈ കുടുംബശ്രീയിലെ സാധനങ്ങളൊക്കെ മറിച്ച് വിൽക്കുന്ന പരിപാടി. ഈ കൊച്ചാ സാധനം കൊണ്ടുവന്നത്. നിങ്ങളെ കാണാത്തോണ്ട് അച്ഛൻ കുടുംബശ്രീയിലോട്ട് പോയിട്ടുണ്ട്. ആ ബാങ്കിട്ട് പൈസയൊക്കെ അച്ഛൻ അവിടെ കൊടുത്തോളാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ലോഷൻ അമ്മ, ലോഷൻ. ഹലോ, അതെ, ആ ഫസ്റ്റ് ലെഫ്റ്റ് എടുത്തെങ്കിൽ വന്നാ മതി. റോഡ് സൈഡ് തന്നെ നിപ്പുണ്ട്. ആ ഓക്കെ. ആഹാ, അടിപൊളിയായി. എന്തായി? ഇപ്പൊ വരും. ഞാനാ വിളിച്ചത്. വിദ്യയല്ലേ? മനസ്സിലായി. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അതാ നിങ്ങൾ എന്ത് ചോദിച്ചിട്ട് മറുപടി പറയാത്തത്. പക്ഷേ ചെവി കേൾക്കാം. അത് മനസ്സിലായി. അതുമല്ല, ഈ നാട് അവൾക്ക് പുതിയതാ. അതാ വഴി തെറ്റിയത്. എന്തായാലും ബസ് കയറ്റി വിടാതെ എന്നെ വിളിച്ചത് നന്നായി. ഇവൻ പറഞ്ഞതാ ബസ് കയറ്റി വിടാന്ന്. പിന്നെ ഞാനാ പറഞ്ഞ വേണ്ട, അറിയാന്നുള്ളവരോ വല്ലതും വിളിച്ചിട്ട് വിട്ടാ മതിയെന്ന്. അതെന്തായാലും നന്നായി. ഓ, അതൊന്നും വേണ്ട, അതൊക്കെ എന്റെ സന്തോഷല്ലേ. ബൈ ദ വേ, എന്റെ പേര് അനന്തു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, ശരി. ഇടയ്ക്കൊക്കെ ഞാൻ വിളിക്കും, എടുക്കണേ. ബൈ. എന്തോന്ന്? ഒന്നുമില്ലടാ, ഇതൊക്കെ ചുമ്മാ. നീ വാ.
ഈ വെള്ളോടി എങ്ങനെ നടക്കട്ടെ. കുടി കുടി. നീ എന്നെ പറഞ്ഞു നമ്മക്കാണെങ്കിൽ ചേട്ടാ ഗോവാലേട്ടാ, എന്താടാ ഇവനെ ഒരു പെണ്ണിനെ കിട്ടി. കളഞ്ഞിട്ടെങ്കിൽ തിരിച്ചോണ്ട് കൊടു. ഇനി അതിന്റെ പേരിൽ സ്റ്റേഷനിൽ കയറാനൊന്നും വയ്യ. അയ്യോ അതല്ല, പിന്നെ ഇവനെ ഒരു പെണ്ണിന് ഇഷ്ടമാണെന്ന്. ഏത് പെണ്ണ്? ഓ ഇവനാ? ഇവന് ആരടാ അവള്? സത്യം തന്നെ മാമ. തന്നെ ഇത് നിങ്ങൾക്കാണ്. എനിക്കാ? ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ കുടിക്കാതിരിക്കണ്ട. അയ്യാ മലയാളിയാ. നീയാണ്ട്രാ എന്റെ മരുമകൻ. നീ മുത്തല്ല, പുത്തിച്ചിപ്പിയാണ്ട്രാ. ഇത് കഴിച്ചിട്ട് വേണം കുറെ നാളായിട്ട് മുടങ്ങി കിടക്കുന്ന ചടങ്ങൊക്കെ ഒന്ന് തുടങ്ങാൻ. മലയാളിയാ? നീയാണ്ട്രാ യഥാർത്ഥ കൂട്ടുകാരൻ. അയ്യോ പറ്റിയ സന്തോഷം കണ്ടു. പോയി അടിച്ചു മറിയട്ട്. ഈ പോണ പോക്ക് ആ ലൂയിസിനെ തെരുവിളിക്കാനാണ്. നീ ആ വക്കീലിനെ വിളി. അളിയ ഞാൻ ഇങ്ങോട്ട് ചെന്ന രക്തപ്പുഴ ഒഴുകും. അളിയ പോയി ഞാൻ അങ്ങോട്ട് പോയി അവനെ കൊല്ലാളിയാ. വിളിച്ചോണ്ട് വാ. വിളിച്ചിറക്കടാ. വരും വരുവളിയാ അവൻ. അവൻ ഇവിടെ വരും. പരമനാറി ലൂയിസേ. വേടിക്കണ്ട, ഇത് പുതിയ തെറിയ. ആണോ? ഇതപ്പോ ഇറങ്ങി. നീ എന്റെ മരമകനെ കല്യാണം മുടക്കണ തെണ്ടി. എടാ എന്റെ മോന് പെണ്ണ് കിട്ടിയടാ. നല്ല സുന്ദരിയായ പൂച്ചക്കുട്ടി പോലത്തൊരു കുട്ടി. നീ ഞങ്ങൾക്ക് വഴി തരൂല. അവൾക്ക് ഏക്കറണക്കിന് സ്ഥലമുണ്ടോ? താമസിക്കൂടാ. നീ എവിടെ മെഡിക്കൽ കോളേജ് കേട്ടോളാ. കാണോടാ. എങ്ങനെയുണ്ടല്ലേ? അയ്യോ ഇത് വളരെ പഴയത്. ഇവന് ഈ പഴയ തെറിയൊക്കെ മതി. അവനത് മതി. നാളെ ഒന്ന് പുതിയ അവന് ചെയ്യണ്ടടാ. പാവം അവിടെ അവൻ കൊതിക്കപ്പെടാ. അവൻ എച്ചൽപ്പെട്ട എന്റെ മരുമോന്റെ കല്യാണത്തിന് കൊതിക്കപ്പെടാ അവൻ. ചോദിക്കാനും പറയാനും നമ്മള് മാന്യത കാണിക്കും. മാന്യത ആ തെണ്ടിയുടെ ഒരു മാന്യതയും കാണിക്കണ്ട. ഇച്ചായ ചായ. നിന്നോടാരാ ചായ കൊണ്ടുവരാൻ പറഞ്ഞേ? കൊണ്ടുപോയി. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്തിനാ? ചായ വേണ്ടെങ്കിൽ പറഞ്ഞാ പോരെ, വെറുതെ. മുതലാളി കുറെ കാലായിട്ട് ശല്യമില്ലാണ്ടിരുന്നതാ. എടോ മെമ്പറേ, എന്താ മുതലാളി? അവന്മാര് വീണ്ടും തുടങ്ങിയടോ. തന്റെ വാക്ക് കേട്ടിട്ടാ 10-12 ഏക്കറ ഞാൻ മെഡിക്കൽ കോളേജിന് വേണ്ടി ഉണ്ടാക്കിയത്. ദേ അടുത്ത മാസം അവര് നാട്ടിൽ നിന്ന് പോയിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങും. ഇവരെയൊന്നും തീർക്കാൻ അറിയാഞ്ഞിട്ടല്ല, നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ടിട്ടാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഇനിയും തുടർന്നാൽ മുതലാളി ഈ പ്രാവശ്യം കൂടി ഒന്ന് ക്ഷമിക്കാൻ. 2 ആഴ്ച, അതിനുള്ളിൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഒരു കാര്യം പറയാം മെമ്പറേ, ഇത് അവസാന വാക്കാണ്. എന്ത് കാണിച്ചിട്ടായാലും ആ മക്കൾ ഈ നാട്ടിൽ നിന്ന് പോയിരിക്കണം. മനസ്സിലായല്ലോ? ശരി മുതലാളി. എന്തായി? ഉടനെ ശരിയാവും മുതലാളി. എടാ ജോസേ, ആ മെമ്പറെ കൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല. നീ ആ മാധവന്റെ മരുവനെ വിളിക്ക്. ഇനി അവനെ വെച്ച കാര്യങ്ങൾ നടക്കും. പ്രത്യക്ഷ് മാധവ് ആളും പേരും തമ്മിൽ ഒരു ചേർച്ചയില്ലല്ലോ. അളയനൊരു അബദ്ധം പറ്റിയതാ. വളരുമ്പോ ഈ കോലത്തിലാവുമെന്ന് വിചാരിച്ചില്ല. ഈ സംഖ്യാശാസ്ത്രം നോക്കി പേരൊന്നും മാറ്റാൻ പറ്റും? അതിന് ഇത്തിരി സംഖ്യ ചെലവാവും. ഒരു 5000. ഈ പേര് തന്നെ മതി. കല്യാണം അടുത്ത് വരുന്നുണ്ട്, പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ടല്ലേ. ഒരു തടസ്സം. അയ്യോ പൂജാമുറി ഇവിടെ ഇരുന്ന് ഇങ്ങനെ തെറി പറയരുത്. നിങ്ങളൊരു കാര്യം ചെയ്യും, ബാക്കിയുള്ളവർ രസിക്കുക. ഞാൻ അവരെ തേടി പിടിച്ച് കൊട്ടേഷൻ കൊടുത്തോളാം. അതെ, ഞാൻ ഈ ഗൂഗിൾ നോക്കിയല്ല കാര്യങ്ങൾ പറയുന്നത്, ഈ പഞ്ചാംഗം നോക്കിയ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഞാൻ പറയാം. ഇവനിപ്പോ ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്.
തടസ്സങ്ങളൊന്നും ഇല്ലാതെ അവിടെ എത്തിച്ചേരാൻ പറ്റിയ ഒരു നല്ല സമയം സ്വാമി പറഞ്ഞു തരണം. പകല് പോയാ മതി. ഇയാൾ എന്തോന്ന് വർത്താനോടെ പറഞ്ഞത്? ആരെങ്കിലും പെണ്ണിന്റെ വീട്ടിൽ പെണ്ണാണ് പിന്നെ രാത്രി കയറി പോകും. നിന്റെ പരിചയക്കാരൻ പറഞ്ഞാണ് ഞാൻ ഇവിടെ കയറി വന്നത്. ഇയാൾക്ക് ഒന്നും അറിഞ്ഞോ? ഒരു കോമ്പോ വെറുതെ പുസ്തകം വെച്ച് വെറുതെ ഇരിക്കുന്നത്. ചുമ്മാ വെറുതെ മനുഷ്യൻ. ഇന്നേക്ക് 3-ാം ദിവസം പോയിക്കോ, എല്ലാം ശരിയാവും. ദക്ഷിണ ആഫ്രിക്കയിൽ, ഇത് ഇന്ത്യ. ദക്ഷിണ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. മാമ അപ്പൊ കല്യാണം നടക്കുമല്ലേ? നടക്കൂല, എഴയും. നീ വാ.